ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു ക്ലാസ് കേട്ടതിൻ്റെ കാര്യങ്ങളാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി പറയാമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അതാട്ടോ പറയണത്. അപ്പോൾ ട്രോമ അവെയർനെസ്സിനെയും സെൽഫ് അവെയർനെസ്സിനെയും കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. അതിൽ നമ്മുടെ പാസ്റ്റ് നമ്മളെങ്ങനെ ബാധിക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മുടെ സ്വന്തക്കാരായിട്ടും ബന്ധുക്കളായിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ നമ്മൾ വെറുതെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടാവും. അവർക്ക് അതുകൊണ്ടൊരു മാനസിക സുഖം കിട്ടിയിരിക്കും, പക്ഷെ നമുക്കതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാവില്ല. വെറുതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വന്ന് ഇടപെട്ട് നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരിക്കും. എന്ത് ചെയ്താലും അതിൽ കുറ്റം മാത്രം കണ്ടെത്താൻ വേണ്ടി മാത്രമുള്ള കുറേ ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ പറയാനുള്ളത് പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോയിട്ടുണ്ടാവും. പക്ഷേ അത് നമ്മുടെ അന്നത്തെ ദിവസം മുഴുവൻ അല്ലെങ്കിൽ നമ്മുടെ കുറേ നാളത്തെ ലൈഫിന് മുഴുവൻ അതിങ്ങനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും കേട്ടോ. അപ്പോൾ അത് അവരറിയണില്ല, അവർ ചെയ്യാനുള്ള കർമ്മം ചെയ്തിട്ട് അവർ പോയി, പക്ഷേ അതിൻ്റെ ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ടെന്നുള്ള ഒരു അവയർനെസ് നമ്മൾ നമ്മുടെ മൈൻഡിനോട് സെറ്റ് ചെയ്ത് വയ്ക്കുക. ഇത് ഇവരുടെ നേച്ചർ ഇങ്ങനെയാണ്, അതിനകത്ത് കേട്ടിട്ട് അത് എൻ്റെ മനസ്സിലേക്ക് ഞാൻ എടുക്കരുത്, അതിനെ ആ വഴിക്ക് തന്നെ വിട്ടേക്കാമെന്ന് മൈൻഡിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താം കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് കുറേ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം കിട്ടും. പിന്നെ ഇതിനെക്കുറിച്ചൊക്കെ നമുക്കിപ്പോൾ ഒരു അവയർനെസ് എല്ലാത്തിനെക്കുറിച്ചും ഒരറിവ് നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചേക്കാണ്. ഇനി നമുക്ക് ചെയ്യാൻ പറ്റണത് എന്താ, ഇനി ഇതിനെ ഞാൻ എങ്ങനെ പ്രതിരോധിക്കാം, അതാണ് കേട്ടോ ഇനി പറയണത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് അതിന് വേണ്ടിയിട്ട് എക്സസൈസുകൾ ചെയ്യാം. നമുക്ക് ഫിസിക്കൽ എക്സസൈസുകൾ, ബോഡിക്ക് വേണ്ടി ചെയ്യാൻ പറ്റിയ ഫിസിക്കൽ എക്സസൈസ്, ഓടുക, ചാടുക, ഫിറ്റ്നസ് വർക്കുകൾ അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ജേണലിങ്, നമുക്ക് എഴുതി സൂക്ഷിക്കാം നമ്മുടെ കാര്യങ്ങൾ, വിഷമങ്ങൾ വന്നതും സന്തോഷങ്ങൾ വന്നതൊക്കെ എഴുതുക, ആവശ്യമില്ലാത്തത് കീറിക്കളയുക. ഇനിയിപ്പോൾ ഡയറി എഴുതുന്ന ശീലമുള്ളവർക്ക് അങ്ങനെ എഴുതി സൂക്ഷിക്കുക. നമ്മുടെ ഭാവിയെക്കുറിച്ച് നമുക്ക് എന്തൊക്കെ ആഗ്രഹങ്ങൾ അതൊക്കെ എഴുതി വയ്ക്കാം. പിന്നെ മെയിനായിട്ടുള്ള കാര്യം മെഡിറ്റേഷനാണ് കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മെഡിറ്റേഷനാണ്. നന്നായിട്ട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന തരുന്ന ഊർജം വേറെ ഒന്നിൽ നിന്നും നമുക്ക് കിട്ടില്ല, അത്ര എഫക്റ്റീവാണ് മെഡിറ്റേഷൻ. അപ്പോൾ നമുക്ക് രാവിലെയും രാത്രിയും ഒക്കെ കുറച്ച് സമയം അതിനായിട്ട് മാറ്റി വെച്ചിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ ഓരോ മതവിശ്വാസത്തിലും ഉള്ളവർക്ക് ഓരോ തരം പ്രാർത്ഥനകളുണ്ടല്ലോ. അപ്പോൾ അതൊന്നും ഇല്ലാത്തവർക്ക്, ഇപ്പോൾ ഇനി ഒരു വിശ്വാസവും ഇല്ലാത്തവരാണെങ്കിൽ അവർക്കും മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റും. അവർ ഏകാഗ്രമായിട്ട് ഒരു പുഴത്തീരത്തോ കുറേ സമയം പുഴയിലേക്ക് നോക്കിയിരിക്കുക, അല്ലെങ്കിൽ ഒരു ചെടിയുടെ അടുത്ത് പോയിട്ട് അതിനെ നോക്കി കുറേ സമയം ഇരിക്കുക. ഇനിയിപ്പോൾ അതിന് പറ്റില്ലെങ്കിൽ ഒരു പൂവിലേക്ക് നോക്കി കുറേ സമയം ഇരിക്കാം. ഇനി ഏകാഗ്രമായിട്ട് ഇരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇങ്ങനെ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ നോക്കാൻ ഇഷ്ടമില്ലാത്തവരോ അല്ലെങ്കിൽ അങ്ങനെ നോക്കാൻ സാഹചര്യം ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ, വെറുതെ ഒരു റൂമിലിരിക്കുന്നവരാണെങ്കിൽ പോലും വെറുതെ ചുമരിലേക്ക് നോക്കിയിരിക്കുക. കുറേ സമയം ഇങ്ങനെ മൈൻഡിനെ റിലാക്സ് ചെയ്തിട്ട് ആ ചുമരിലേക്ക് മാത്രം നോക്കി ഒരു 5-10 മിനിറ്റ് അങ്ങനെ ഇരിക്കുക. കണ്ണടച്ചിരിക്കാൻ ഇഷ്ടമുള്ളവർക്ക് കണ്ണടച്ചിരിക്കാം. ഇനി കണ്ണടയ്ക്കാൻ ഇഷ്ടമില്ലാത്തവർ കണ്ണ് തുറന്ന് വെറുതെ ഇരുന്നാലും മതി. മൈൻഡിനെ റിലാക്സ് ആക്കി വിടുക, അതാണ് ഉദ്ദേശിക്കുന്നത്. പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ എത്ര ആഴത്തിൽ പ്രാർത്ഥിക്കുന്നു അത്രയും നല്ലതാണ്. ജീവിതത്തിലേക്ക് ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് പോസിറ്റിവിറ്റികളും കൊണ്ടുപോയി തരാൻ പ്രാർത്ഥനയ്ക്ക് കഴിയും. പ്രാർത്ഥനയിലൂടെ നേടാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല എന്നാണ് പറയണത്. അപ്പോൾ പ്രാർത്ഥിക്കാൻ ഇഷ്ടമുള്ളവർ നന്നായിട്ട് പ്രാർത്ഥിക്കുക. നമ്മളൊക്കെ പറയില്ലേ, മനം മുരുകി പ്രാർത്ഥിച്ചപ്പോഴാണ് എനിക്കിത് കിട്ടിയതെന്നൊക്കെ. അപ്പോൾ ഈ പ്രാർത്ഥന വളരെ നല്ല ഫലം ചെയ്യുന്ന കാര്യമാണെന്നാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. പിന്നെ അടുത്തതായിട്ടുള്ളത് വേറൊരു മൈൻഡ്ഫുൾ എംബോഡിമെൻറ്റ് എക്സസൈസ് എന്നാണ്. അതായത് നമ്മൾ ചെയ്യണ കാര്യങ്ങളെല്ലാം മനസ്സറിഞ്ഞ് ചെയ്യുക. നമ്മൾ എന്താണോ ചെയ്യണത്, ഇപ്പോൾ വീട്ടമ്മമാരാണ്, ഒരു പാത്രം കഴുകുകയാണെങ്കിൽ ഏറ്റവും മടുപ്പുള്ള ജോലിയാണല്ലോ പാത്രം കഴുകൽ എല്ലാവർക്കും. അപ്പോൾ ഇനി അല്ലാത്തവരും ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ഈ പറഞ്ഞ പ്രാക്ടീസിങ്ങിലൊക്കെ ചെയ്യണവർക്ക് പാത്രം കഴുകലൊന്നും മടുപ്പുണ്ടാവില്ല. കാരണം മൈൻഡ്ഫുള്ളായിട്ട് നമ്മൾ എന്ത് ജോലിയാണ് ചെയ്യണത് അത് മനസ്സറിഞ്ഞ് അങ്ങോട്ട് ചെയ്യുക. ഒരു മുഷിഞ്ഞൊരു പാത്രം കാണുമ്പോൾ ഇതിങ്ങനെ മുഷിഞ്ഞിരിക്കുകയാണ്, അപ്പോൾ ഇത് കുറച്ച് വെള്ളം ഒഴിക്കുന്നു, അതിൻ്റെ ആ മുഷിപ്പ് ആദ്യം അങ്ങോട്ട് നീക്കി കളയുക. പിന്നെ കുറച്ച് പാത്രം കഴുകണ ലിക്വിഡ് എടുത്ത് അതിൻ്റെ ആ വാസനയൊക്കെ ഒന്ന് ആസ്വദിക്കുക. നന്നായിട്ട് പതപ്പിക്കുമ്പോൾ ആ പതയൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കുക. പിന്നെ ഈ പാത്രത്തിൽ ഇതിങ്ങനെ തേക്കുമ്പോൾ അതിനെയും കണ്ട് ആസ്വദിക്കുക. പിന്നെ ഇങ്ങനെ വെള്ളം ഒഴുക്കി കഴുകുമ്പോൾ വെള്ളം ഇങ്ങനെ ഒഴുകണ ആ സൗണ്ടൊക്കെ ഒന്ന് ആസ്വദിച്ച് ഈ പാത്രത്തിൽ നിന്ന് ഈ പതയും അഴുക്കെല്ലാം ഇങ്ങനെ പോണതും പിന്നെ ആ പാത്രം നല്ല വൃത്തിയായിട്ടിരിക്കണതൊക്കെ കാണുമ്പോൾ അതിങ്ങനെ മനസ്സറിഞ്ഞ് നമ്മൾ ചെയ്യുമ്പോൾ നല്ല ആശ്വാസം കിട്ടും. അതാണ് ഒരു എക്സ്പെരിമെൻറ്റ്. അതായത് നമ്മളിങ്ങനെ ദേഷ്യപ്പെട്ട് പാത്രം കഴുകുമ്പോൾ നോക്കണം, പാത്രം എല്ലാം മുഷിഞ്ഞ് കിടക്കണം, ആകെ വട്ടാവില്ല. അപ്പം കഴുകിയാലും തീരില്ല, ജോലിയും തീരില്ല, ആകെ സ്ട്രെസ്സായിട്ടായിരിക്കും നമ്മൾ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നത്.
പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളതൊരു അറിയാതെ തന്നെ ഒരു ഇഷ്ടത്തോടു കൂടി ചെയ്യാണ്, ദേഷ്യത്തോടു കൂടിയല്ല ചെയ്യണത്. അപ്പോൾ നമ്മുടെ മൈൻഡും ആ ഇഷ്ടത്തിലേക്ക് വരികയാണ് ചെയ്യണത്. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പാത്രം കഴുകലിന് മാത്രമല്ല, ഏത് ജോലിയാണെങ്കിലും ഇപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് നടക്കുകയാണ്, നമ്മുടെ കാല് നമ്മളൊരു സ്റ്റെപ്പ് വെച്ചു, അപ്പോൾ എൻ്റെ ബോഡിയിൽ എന്താ മാറ്റം ഉണ്ടായത്, എൻ്റെ കാല് ഞാനിപ്പോൾ ചലിപ്പിച്ചു, അപ്പോൾ ഏതെല്ലാം മസിലുകൾ ചലിച്ചു, എനിക്കിങ്ങനെ കാല് ചലിപ്പിക്കാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചത് കൊണ്ടാണല്ലോ, കാല് ചലിപ്പിക്കാൻ സാധിക്കാത്ത ആൾക്കാർ വേറെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ചിന്തിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ.